നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് പലതും പറയാനുണ്ടാകും. നല്ലതാകട്ടെ ചീത്തയാകട്ടെ, നമ്മെ ബാധിക്കുന്ന ഒരു വിഷയമല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ കുറച്ച് കുറ്റം പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു സന്തോഷം വരുന്നുണ്ട് എങ്കിൽ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പലപ്പോഴും നാം മറ്റുള്ളവരുടെ കുറ്റം പറയുവാൻ ശ്രമിക്കുമ്പോൾ നാം നമ്മിലെ പല കുറവുകളും മറച്ചു വെക്കുവാൻ ശ്രമിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഗുണമില്ലാത്ത, നമ്മെ ഒരു വിധത്തിലും ബാധിക്കാത്ത വിഷയങ്ങളിൽ അനാവശ്യമായി വ്യക്തികളെ കുറിച്ച് നാം ദൂഷണം പറയുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ ശ്രമിക്കുന്നത് നാം നമ്മുടെ കുറവുകളും നമ്മുടെ കഴിവുകേടുകളും മറച്ചുവെക്കുവാൻ അല്ലേ നാം ശ്രമിക്കുന്നത് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. നാം അറിഞ്ഞോ അറിയാതെയോ പറയുന്ന പല ശാപവാക്കുകളും നമ്മുടെ ജീവിതത്തിൽ തന്നെ തിന്മയ്ക്കായി സംഭവിക്കുവാൻ ഇടയുള്ളത് കൊണ്ട് നാം നമ്മുടെ നാവിനെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പുറപ്പാട് 22-ാം 28-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും: നീ ദൈവത്തെ ദുഷിക്കരുത്, നിന്റെ ജനത്തിന്റെ അധിപതിയെ ശപിക്കുകയുമരുത്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി പലപ്പോഴും നാം അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ഭാരപ്പെടുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കാണുവാൻ കഴിയുകയുള്ളൂ. ഇസ്രായേലിനെ വിളിച്ചിറക്കി ദൈവം കാണിച്ച വഴിയെ മോശ ജനത്തെ നയിക്കുമ്പോൾ മുമ്പിൽ ചെങ്കടൽ കടന്നു വരികയാണ്. ആ ചെങ്കടലിന്റെ മുമ്പാകെ നിൽക്കുന്ന ജനത്തിന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ വിളിച്ചിറക്കിയ ദൈവത്തിന് അറിയാം അടുത്ത ദൈവിക പദ്ധതി എന്താണ് എന്ന്. ഇന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, വിളിച്ചു വേർതിരിച്ച ഈ ദൈവത്തെ ദുഷിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട് വിളിച്ച് വേർതിരിച്ച ദൈവം ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെ തനിച്ചാക്കുവാൻ ഈ ദൈവത്തിന് പദ്ധതിയില്ല. ഈ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ മറന്നു പോകരുത്. പലപ്പോഴും ദൈവത്തിന് പിടികൊടുക്കാതെ, ദൈവശബ്ദത്തിന് ചെവി കൊടുക്കാതെ, അനുസരണം കാണിക്കാതെ നമുക്കിഷ്ടമുള്ളതുപോലെ നാം ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് പലപ്പോഴും പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഇന്ന് ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് നയിക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതയാത്ര സുഗമമാകും. മാത്രമല്ല എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണുകയും ചെയ്യും. സഭാപ്രസംഗി 10-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത്. നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഒരു അധികാരത്തിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ദൈവമോടെ ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ ശയനഗ്രഹത്തിൽ വെച്ച് പോലും ധനവാനെ ശപിക്കരുത്. ആകാശത്തിലെ പക്ഷി ആ ശബ്ദം കൊണ്ടുപോകുവാനും പറവജാതി ആ കാര്യം പ്രസിദ്ധമാക്കുവാനും മതി. അതായത് നമ്മുടെ നാവിൽ നിന്ന് ശാപവാക്കുകളും ദൂഷണവും പുറത്തു വരരുത് എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതിന് കാരണം നാം അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് നാം അനുഗ്രഹിക്കുന്നവരായി തീരേണ്ടത് ആവശ്യമാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴും അപ്പോസ്തലന്മാരെ എടുത്ത് പഠിക്കുമ്പോഴും അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുന്ന, ദൂഷണം പറയുന്ന ഒരു വ്യക്തിയെയും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. നാമും അതുപോലെ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പൗലോസിനെ വിചാരണ ചെയ്യുന്നതിനിടയ്ക്ക് പൗലോസ് തന്റെ വാക്കുകൾ മഹാപുരോഹിതനെതിരെയാണ് സംസാരിക്കുന്നതെന്ന് അറിയുമ്പോൾ അവിടെ പൗലോസ് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും: അതിന് പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതനെന്ന് ഞാൻ അറിഞ്ഞില്ല, നിന്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞത് അനുസരിക്കുവാൻ അപ്പോസ്തലന്മാർ തയ്യാറായെങ്കിൽ നാം പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നത് വാസ്തവമല്ലേ? എല്ലാം എനിക്കറിയാം, എനിക്കറിയാത്ത ഒരു കാര്യവുമില്ല എന്നുള്ള ചിന്ത കടന്നു വരുമ്പോഴാണ് പലപ്പോഴും നാം പലർക്കുമെതിരെ പലതും സംസാരിക്കുവാൻ തുനിയുന്നത്. ഇന്ന് നാം നമ്മുടെ നാവിനെ ശ്രദ്ധിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നാവ് ദൂഷണം പറവാൻ നാം ഉപയോഗിക്കരുത്. ദൂതന്മാർ പോലും അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ തയ്യാറാകാതെ മാറി നിൽക്കുന്നത് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. യൂദ 1:9 നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും: എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. മരണവും ജീവനും നമ്മുടെ നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ദൈവഹിതമല്ലാത്ത ഒരു കാര്യങ്ങളിലും നമ്മുടെ നാവ് കൊണ്ട് നാം അഭിപ്രായം പറയാൻ പോകരുത്. അത് നമ്മുടെ ജീവിതത്തെ കുറിച്ചാണെങ്കിലും മറ്റൊരു വ്യക്തിയെ കുറിച്ചാണെങ്കിലും ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൂഷണം പറയുവാൻ നമ്മുടെ നാവ് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. തൊട്ടടുത്ത വാക്യത്തിൽ ഇപ്രകാരമാ കാണുന്നത്: ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാലൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. വീണ്ടും ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കറിയാത്തതിനെ ദുഷിക്കുവാൻ നാം തയ്യാറാകരുത് എന്നുള്ളതാണ്. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും: മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. പ്രിയ ദൈവവേദലേ, യഥാർത്ഥമായി
നാം ജീവൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ നാവിനെ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവിക നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ പലപ്പോഴും തടസ്സം നിൽക്കുന്നത് നമ്മുടെ നാവാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും: നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികൾ ആയിരിക്കരുത്. ഇന്ന് പലപ്പോഴും എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ല എങ്കിൽ നാം നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. മുറിപ്പെടുത്തുന്ന വാക്കുകൾ പലപ്പോഴും നാം ഒരു രസത്തിനായിരിക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ അത് ദൈവഹിതപ്രകാരമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ക്ഷമ ചോദിക്കേണ്ടിടത്ത് ക്ഷമ ചോദിക്കുവാൻ നാം തയ്യാറാകണം. ഒന്ന് തോറ്റു കൊടുക്കുന്നത് കൊണ്ട്, ഒന്ന് ക്ഷമ ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ നമുക്ക് പ്രാപിക്കാൻ ഒത്തിരിയുണ്ട്. ദൈവിക നന്മകളെല്ലാം നാം നമ്മുടെ തലമുറയും അനുഭവിക്കുക തന്നെ ചെയ്യും. അതെ, ഇന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവിക നന്മകൾ അനുഭവിക്കണമെന്ന്. 1 പത്രോസ് 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ നാം കുറിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലൻ ഇപ്രകാരമാണ് നമ്മോട് പറയുന്നത്: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നിങ്ങൾ ഒരു ശുഭകാലം ആഗ്രഹിക്കുന്നെങ്കിൽ പ്രധാനമായും ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം. 1, ദോഷം ചെയ്യാതെ നാവിനെ അടക്കണം. 2, വ്യാജം പറയാതെ അധരത്തെ അടക്കിക്കൊള്ളണം. ഇതെല്ലാം എന്തിനാ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? നമ്മുടെ അനുഗ്രഹത്തിന്, ദൈവിക നന്മകൾക്ക് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി വാക്കുമാറാത്ത ദൈവത്തിന്റെ ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക കരുതലും നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാ ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഈ ദൈവവചനത്തിന് മുമ്പാകെ ഞാൻ എന്നെയും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മെ വഴി നടത്തുവാൻ പ്രാപ്തമായ ദൈവിക കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പലയിടങ്ങളിലും മൗനം പാലിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കും. അതൊരു തോൽവിയല്ല, അതൊരു വിജയമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യം. ഈ ജീവിതയാത്രയിൽ നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുമ്പോൾ ഈ ദൈവം നമ്മെ നിത്യതയിലേക്ക് ഒരുക്കുമെന്നത് മറന്നു പോകരുത്. ഈ ലോകം കൊണ്ട് തീരുന്ന ഒരു ബന്ധമല്ല നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം. നിത്യതയിൽ ഈ ദൈവത്തോട് ചേർന്നൊരു വാസം, അതിനുവേണ്ടി ദൈവാത്മാവ് എല്ലാ നിമിഷവും നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ഈ ദൈവവചനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ കരങ്ങൾ തരികയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവ സാന്നിധ്യം ഈ ജനം തിരിച്ചറിയട്ടെ. ഈ ദിവസങ്ങളിൽ വാക്കുമാറാത്ത ദൈവത്തിന്റെ നന്മകൾ അനുഭവിക്കത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്, സകലവും നസ്രേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. തീർച്ചയായും ദൈവിക പദ്ധതികൾ ദേശം കാണത്തക്ക വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.